ഒരു റോഡ് വെട്ടിത്തെളിക്കാൻ അതിനുവേണ്ട 23 ഹെക്ടർ വനഭൂമി വിട്ടുകൊടുക്കാൻ നേതൃത്വം കൊടുത്ത ഒരു ജനത. അതിനുവേണ്ടി കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും കോഴിക്കോടും വിവിധ ജില്ലകളിലേക്ക് യാത്ര ചെയ്തതായിരിക്കുന്ന പഴയ തലമുറയുടെ പ്രതിനിധികൾ ഇവിടെ. അന്നു മുതൽ ഇന്ന് വരെ ആഗ്രഹിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഒരു നാടിന്റെ വലിയ സ്വപ്നത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടം, ആ പോരാട്ടത്തെ ഇനിയും തൃണവൽക്കരിച്ചു പോകാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാലത്ത് ഉദ്ഘാടനം നിർവഹിച്ച കർമ്മസമിതിയുടെ ഈ വലിയ പോരാട്ടം ഇവിടെ നടക്കുന്നത്. എല്ലാവരും ഇതിന്റെ വിശദാംശങ്ങളെല്ലാം പറഞ്ഞു. ഈ കഴിഞ്ഞ 26-ാം തീയതി 9-ാം വളവിന്റെ മേലെ വ്യൂ പോയിന്റിന് എതിർവശത്തായി നാഷണൽ ഹൈവേ 766 കോഴിക്കോട് കൊല്ലങ്കൽ ദേശീയപാത 80 അടി ഉയരത്തിൽ നിന്നാണ് പൊട്ടിവന്നത്. ആ 80 അടിയിൽ നിന്നും പിന്നീട് 22 അടി കൂടെ മേലോട്ട് പോയെങ്കിൽ മാത്രമേ അതിന്റെ ഉപരിതല പ്രദേശം എത്തുകയുള്ളൂ. ഒരു തവണയല്ല പൊട്ടിയത്. ഉച്ചയ്ക്ക് 2 മണിക്ക് വീണ്ടും ശബ്ദത്തോട് കൂടിയിട്ടുള്ള രണ്ടാമത്തെ പൊട്ടലുണ്ട്. ാം തീയതി രാത്രി തന്നെ അവിടെ എത്തിയ ആള് പൊതുപ്രവർത്തകനാണ്. പിറ്റേ ദിവസം സർവ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അത് പുനഃക്രമീകരിച്ച് വാഹനം തുറന്നുവിടാനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോയപ്പോഴാണ് കാലത്ത് വീണ്ടും അപകടമുണ്ടാവുന്നത്. ആദ്യത്തെ പൊട്ടൽ 26-ാം തീയതി വരുമ്പോ ഒരു മഴയും നമ്മുടെ പ്രദേശത്ത് എവിടെയുമില്ല. മഴയില്ലാത്ത സമയത്ത് ഇങ്ങനെയുള്ള ഒരു അപകടം നടക്കണമെങ്കിൽ മഴയുള്ള സമയത്ത് ഇത്തരം അപകടങ്ങളെ കേട്ടും കണ്ടും ശീലിച്ചതായ നമ്മൾ മഴയില്ലാത്തതായ സമയത്ത് ഇത്രയും ഗൗരവതരമായിട്ടുള്ള ഒരു പൊട്ടൽ, അതും സമ്പൂർണമായി ഗതാഗതത്തെ തടസ്സപ്പെടുത്തിയിട്ടുള്ളതായിരിക്കുന്ന പൊട്ടൽ നമ്മൾ ആദ്യമായാണ് അനുഭവിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരും വന്നു. ചില ആളുകൾ എത്താത്തതിന്റെ പരാതികൾ ഞങ്ങൾ ഉന്നയിച്ചു. അവിടെ അടിയന്തരമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടന്നു. വീണ്ടും പൊട്ടിയപ്പോൾ സമ്പൂർണമായി നിർത്തലാക്കി. തലേ ദിവസം ഗതാഗതം നിരോധിക്കപ്പെട്ടപ്പോ, നിർവാഹമില്ലാതെ വന്നപ്പോ നമ്മളെല്ലാവരും ആശ്രയിച്ചത് കുറ്റ്യാടി ചുരം വഴിയാണ്. കൽപ്പറ്റയുടെ മൂപ്പനാട് മേപ്പാടി ഭാഗത്തുള്ള ആളുകൾ എറണാകുളം വഴി വാഹനത്തിൽ വരുന്ന ആളുകൾ നാടുകാണി ചുരം വഴി നിലമ്പൂർ വഴിയാണ് കടന്നു വന്നത്. കുറ്റ്യാടി ചുരത്തിൽ മണിക്കൂറുകളുടെ ഗതാഗത കുരുക്കായി. ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നു. പ്രകൃതി രമണീയമായിട്ടുള്ള വയനാടിന്റെ അനന്ത സാധ്യതകളുള്ള ഒരു ഭൂമേഖല. ഓരോ മഴ പെയ്യുമ്പോഴും ഓരോ പ്രശ്നമുണ്ടാകുമ്പോഴും ഒറ്റപ്പെടുന്നതായിരിക്കുന്ന ഒരു ഭൂമേഖല. ഈ ഭൂമേഖലയെ മറ്റുള്ള ഇടങ്ങളിലേക്ക് പോകാൻ സംവിധാനം ഇല്ലാതെ ഒരുക്കാതെ ഒരു തുറന്ന ജയിലിൽ ജനങ്ങളെ അടച്ചുപൂട്ടിയതായിരിക്കുന്ന പ്രതീതിയോടുകൂടി ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു ജനതയുടെ അത് ഇനിയും തുടരാൻ അനുവദിക്കില്ല എന്നുള്ള ഉറച്ച പോരാട്ട വീര്യമാണ് ഇവിടെ കാണുന്നതായിരിക്കുന്ന ഈ അചഞ്ചലമായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഏറ്റവും അടിത്തറ എന്നുള്ളത്. അതൊരു ചെറിയ പോരാട്ടമല്ല, അത് ഗൗരവതരമായ പോരാട്ടമാണ്. 1994-ൽ ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ നേതൃത്വം കൊടുത്ത ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരുടെ അന്നത്തെ അതേ റിപ്പോർട്ട് 2024-ലും 25-ലും കയ്യിൽ വെച്ച് അതിന്റെ
റിപ്ലിക്കിൽ അതേപോലെ തുടർന്നുകൊണ്ട് വീണ്ടും ആ റിപ്പോർട്ട് കൊടുക്കുന്നതായിരിക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. എന്നോട് പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, സാറേ നിങ്ങൾ ഇതിന്റെ പുറകെ ഒന്നും വല്ലാതെ ഓടി നടന്നിട്ട് കാര്യമില്ല. ഇതങ്ങനെ അനുവദിക്കാൻ പറ്റുന്നതായിരിക്കുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊക്കെ റിപ്പോർട്ട് കൊടുത്താൽ ഞങ്ങളുടെ പണി പോകുന്ന കാര്യമാണ്. ഞാൻ ചോദിച്ചു, 1994 നിങ്ങൾ അന്ന് ഫ്ലോറയും ഫോണയും ഒക്കെ കണക്കാക്കി നിങ്ങളുടെ അന്നത്തെ റിപ്പോർട്ട് അതേപോലെ ഇന്നും വരുന്നതിന്റെ കാര്യം അന്വേഷിച്ചപ്പോ അദ്ദേഹം പറയുകയാണ്, അതേപോലെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ള ഇൻസ്ട്രക്ഷനാണ് ഞങ്ങൾക്ക് വരുന്നത്. ആ ഇൻസ്ട്രക്ഷൻ എവിടെ നിന്ന് വരുന്നു? അതൊരു ഗൗരവതരമായ കാര്യമാണ്. ഫോറസ്റ്റ് എന്ന് പറയുന്നത്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു കുരുക്കിട്ട ലോബിയാണെന്ന് ഞങ്ങൾക്കറിയാം. അവർക്ക് പൊതുസമൂഹത്തോട് ഉത്തരവാദിത്തമില്ല. ചില ആളുകൾക്കുണ്ട്, പക്ഷെ അവരുടെ മനോഭാവം ആ ഉത്തരവാദിത്തമില്ലാത്തതായ സമീപനമാണ്. കൽപ്പറ്റ കലക്ടറേറ്റിൽ ഒരു യോഗം ചേരുക. ആ യോഗത്തിൽ വെച്ചുകൊണ്ട് കോഴിക്കോട് പടിഞ്ഞാറത്തറ റോഡുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ചർച്ചയിലേക്ക് വന്നു. ആ ചർച്ചയിൽ വന്നപ്പോ ഒരു DFO ഭൂമി ദാനം കൊടുത്തതിന്റെ കാര്യം പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങനെ ഭൂമി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് വനം മന്ത്രിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ്. രൂക്ഷമായി നമ്മൾ പ്രതികരിച്ചു. അതിന്റെ രേഖകൾ അടക്കം കയ്യിലുണ്ട്, തരാമെന്ന് പറഞ്ഞു. എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് വെസ്റ്റഡായി EFLായി ഓരോ സ്ഥലങ്ങളിൽ വനത്തിന്റെ അതിർത്തി കൂട്ടിക്കൂട്ടി പോവുക, അതവർ നടത്തട്ടെ. പക്ഷേ ജനങ്ങളെ ജീവിക്കാൻ നിങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു നാടിന്റെ അടിസ്ഥാനപരമായ വികസനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന ഒരു നാടിന് കണക്ടിവിറ്റി ഉണ്ടാകണം. ഒരു നാടിന്റെ സാമൂഹ്യ വികാസം, ഒരു നാടിന്റെ പശ്ചാത്തല വികസനം, ഒരു നാടിന്റെ അടിസ്ഥാന വികസന മേഖലകളിലേക്ക് പോകാനുള്ള ത്വരയെ ട്രിഗർ ചെയ്യാൻ ഒരു നാടിന് വേണ്ടി മറ്റുള്ള മേഖലകളുമായുള്ള കണക്ടിവിറ്റി. ഞാൻ ചോദിക്കുന്നു, ഈ വയനാട് ജില്ലക്ക് കടലിന്റെ സാന്നിധ്യമില്ലാത്തതായ ജില്ല. നമുക്ക് കപ്പൽ വരില്ല, നമുക്ക് ബോട്ടുകൾ വരില്ല, നമുക്ക് കപ്പൽ ചാലുകൾ വരില്ല, നമുക്ക് അതുപോലെയുള്ളതായിരിക്കുന്ന ഒരു സംവിധാനങ്ങളും നമുക്ക് സാധ്യമല്ല. റെയിൽവേ മൈസൂർ നഞ്ചങ്കോട് നിലമ്പൂർ പാത ബ്രിട്ടീഷ് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ആ പദ്ധതി മുട്ടിപ്പോകുന്നത് ബത്തേരിയിലേക്ക് കടന്നു വരുമ്പോ നീലഗിരി ബയോസ്ഫിയറിന്റെ ഭാഗമായിട്ടുള്ള വനപ്രദേശങ്ങളിലേക്ക്, വൈൽഡ് ലൈഫിലേക്ക് വരുമ്പോ അവിടെ ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ്, മുത്തങ്ങയിൽ ബ്ലോക്ക് ചെയ്യപ്പെടുക. സാധ്യമല്ല. രാത്രികാല ഗതാഗതം വരെ നിങ്ങൾ നിർത്തി. അത് കഴിഞ്ഞ് രണ്ടാമത് വരുമ്പോ എയർ കണക്ടിവിറ്റിയാണ് മൂന്നാമത്തെ മാർഗം. ഒരു പ്രദേശത്തിന് വളരാൻ ഈ നമ്മുടെ ഒരു അടിസ്ഥാനപരമായ വികസനത്തിന്റെ രണ്ട് മേഖലകളാണ് വയനാടിന്. ഒന്ന് കാർഷിക മേഖല, രണ്ട് ടൂറിസം സെക്ടർ. കാർഷിക മേഖലയിൽ നമ്മൾ പുറകോട്ട് പോകുക, കർഷകർ കുടിയിറങ്ങുകയാണ്. വന്യമൃഗശല്യം അതിന്റെ പ്രധാനപ്പെട്ട കാരണമാണ്. ആകെ പിടിച്ചു നിൽക്കുന്നതായിരിക്കുന്ന കർഷകനെ, പ്രയാസപ്പെടുത്തുന്നതായിരിക്കുന്ന കർഷകനെ അവനെ താലോലിച്ചും അവനെ സംരക്ഷിച്ചും ചേർത്ത് നിർത്തിയും മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള ഈ പ്രതിസന്ധികളെ തരണം ചെയ്ത് കർഷക സമൂഹത്തിന് നിലനിൽപ്പുള്ളൂ. പിന്നെ നമ്മുടെ ആകെയുള്ള മേഖല ടൂറിസമാണ്. ഞാൻ ചോദിക്കുന്നു, ഈ വിളിപ്പാടകലയുള്ള താജിലേക്ക് ആളുകൾ വരാൻ, ഒരു ഹെലികോപ്റ്റർ ഇറങ്ങാൻ ഈ പടിഞ്ഞാറത്തറ ഹൈസ്കൂളിന്റെ ഗ്രൗണ്ടിൽ ടെമ്പററി ഹെലിപാഡ് ഉണ്ടാക്കിയ ആളുകൾ ഇറങ്ങുക. SKMയിൽ ടെമ്പററി ഹെലിപാഡ് ഉണ്ടാക്കി ആളുകൾ ഇറങ്ങുക. നമുക്ക് ഹെലിപാഡില്ല, നമുക്ക് റെയിൽവേ ഇല്ല, നമുക്ക് സീപോർട്ട് സാധ്യമല്ല, നമുക്ക് അനുബന്ധമായിട്ടുള്ള സംവിധാനങ്ങളില്ല. ആകെയുള്ളത് റോഡ് മാർഗം മാത്രമാണ്. ഞാൻ ചോദിക്കുന്നു, ഒരു ജില്ലയുടെ ജീവവായുവാണ് റോഡ്. ഈ റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നതിന് ഇതിൽ പരം കാരണങ്ങൾ നിരത്തണം.
കോവിഡ് വന്നു. ഞാൻ ജനപ്രതിനിധിയായ ഉടനെയാണ് കോവിഡിന്റെ അവസാന സമയം അദീലാത്തുള്ള കലക്ടർ, കനത്ത മഴ, ചുരമിടിഞ്ഞു, ഗതാഗതം സാധ്യമല്ല, നാടുകാണി ബ്ലോക്ക് ചെയ്യപ്പെട്ടു, മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. അവസാനം ഓക്സിജന് ക്ഷാമമുണ്ടായി. 3 ദിവസം നമ്മൾ അനുഭവിച്ച വേദന ചെറുതല്ല. വെന്റിലേറ്ററോട് കൂടി ആളുകളെ ആശുപത്രിയിൽ നിന്ന് ഓക്സിജനുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യം നമ്മുടെ ഈ ജില്ലയിലുണ്ടായി. പുറത്താരെയും വല്ലാതെ അറിയിച്ചിട്ടില്ല. ഒരു ജില്ല അനുഭവിക്കുന്ന വേദനയാണ്. ഒന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ കിലോമീറ്റർ ബ്ലോക്കിലൂടെ യാത്ര ചെയ്യണം. ഒരു MLA ആയ ഞാൻ 28 തവണ വയനാട് ചുരത്തിലെ ബ്ലോക്കിൽപ്പെട്ടയാളാണ്. 28 തവണ. എന്റെ എത്ര മണിക്കൂറുകൾ പോയി, ഇവിടെയുള്ള എത്ര ആളുകൾ മണിക്കൂറുകൾ പോയി, മറ്റുള്ള ആളുകൾ മണിക്കൂറുകൾ പോയി. ഒരു ദിവസം H1N1 പനി വന്ന് എന്നെ കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോ അർദ്ധബോധാവസ്ഥയിൽ 3 ബ്ലോക്കിൽപ്പെടുവായ ഒരാളാണ് ഞാൻ. എന്റെ അനുഭവം നേരിട്ട് പറയാം. ഇവിടെയുള്ള ആളുകൾക്കൊക്കെ അനുഭവങ്ങളുണ്ടല്ലോ. ജീവനുമായി മല്ലിട്ടുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന, ആശുപത്രിയിലേക്ക് പോകുന്നതായ ആംബുലൻസിന്റെ സൈറൻ വരുമ്പോ ഒന്ന് മാറ്റിക്കൊടുക്കാൻ ഇടമില്ലാതെ ഗതാഗതക്കുരുക്കിൽ വീർപ്പ് മുട്ടുന്നതായ ഒരു ചുരം. ആ ചുരത്തിന്റെ വികസന സാധ്യതകളെ എല്ലാ അർത്ഥത്തിലും ഉപയോഗപ്പെടുത്താൻ സാധിക്കാത്തതായ പരിമിതി ഒരു ഭാഗത്ത്, വികസന സാധ്യതയുള്ളതായിരിക്കുന്ന ബദൽ റോഡുകളെ വന്ധ്യംകരിക്കുന്ന, അതിന്റെ ഗളഹസ്തം ചെയ്യുന്ന പ്രവർത്തനം മറുഭാഗത്ത്. എങ്ങനെ മുന്നോട്ട് പോകാനൊക്കും? പടിഞ്ഞാറത്തറ കോഴിക്കോട് റോഡ് പ്രിയപ്പെട്ട ലീഡർ ശ്രീ കെ കരുണാകരൻ, അന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബാബാ സാഹേബ്, നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട ആളുകൾ ഒരുമിച്ച് ചേർന്ന് ലീഡറുടെ ഇച്ഛാശക്തി, അദ്ദേഹത്തിന്റെ വാണി, അത് നടപ്പിലാക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹം, അതിനെ തുറന്ന് അതിന്റെ അസ്ഥിവാരമിട്ടു. പക്ഷേ ഞാൻ ചോദിക്കുന്നു, ആ പദ്ധതിയെ തുരങ്കം വെക്കാൻ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥ ലോബിയും വനം വകുപ്പും ആ പ്രവർത്തനങ്ങൾ ഇന്നും തുടരുന്നു എന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതിനെ ആ രീതിയിൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളൊരു കാര്യം പറയാം. സംയുക്ത സർവേ നടന്നു. ആ സംയുക്ത സർവേയിൽ ഒരു കാര്യം ബോധ്യപ്പെട്ടു. 1994 ഈ പദ്ധതിയെ തകർക്കാൻ നേതൃത്വം കൊടുത്തതായിരിക്കുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു കാര്യം മനസ്സിലാക്കണം, ഉദ്യോഗസ്ഥർ ഒരു കാര്യം മനസ്സിലാക്കണം. 2024 സംയുക്ത സർവേ റിപ്പോർട്ടിന്റെ ഭാഗമായി PWD ഇതൊന്ന് പരിശോധിച്ചപ്പോ നിങ്ങൾ പറഞ്ഞല്ലോ 2500 മരങ്ങളുണ്ട്, ഫ്ലോറ ഫോണ, ഒരുപാട് കാര്യങ്ങൾ. അവിടെ വേറെയും ചില കാര്യങ്ങൾ ചോദിക്കാനുള്ള സമയക്കുറവുകൊണ്ട് ചോദിക്കുന്നില്ല. പക്ഷേ അവസാനം 11-12 മരങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രധാനപ്പെട്ട മരങ്ങൾ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കൂപ്പ് റോഡ് നിലവിലുണ്ട്. വലിയതായിരിക്കുന്ന മലയിടിക്കേണ്ട, വൻ പാലങ്ങൾ വേണ്ട, ഹെയർ പിൻ ബെൻഡ് വേണ്ട, അങ്ങനെയുള്ളതായിരിക്കുന്ന റോഡ് ഇത്രയും സൗകര്യപ്രദമായി നിർമ്മിക്കാൻ കഴിയുന്നതായ ഒരു ബദൽ റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ആർക്കെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? 100-150 കോടി ഉണ്ടെങ്കിൽ മനോഹരമായ ഒരു ബദൽ റോഡ് ഈ ജില്ലയിലേക്ക് കർണാടകയുമായി, തമിഴ്നാടുമായി, വടക്കൻ മലബാറുമായി, കർണാടകയുടെ മംഗലാപുരം, ഹൂബ്ലി, ധാർവാഡ് ഏരിയയുമായി കണക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കുന്ന ഒരു ബദൽ റോഡ്, ഇതുപോലെ റോഡ് വേറെയുണ്ടോ? ആ റോഡിനെയാണ് പതിറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ തുരങ്കം വെച്ച് മുന്നോട്ട് പോകുന്നത്. ഞാനൊരു കാര്യം പറയുന്നു, അണ പൊട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ഇനിയും സഹിക്കാൻ, ഇനിയും ക്ഷമിക്കാൻ ഒരു ജനത ഒരുക്കമല്ല. ഇതിന്റെ അവസാനഘട്ട സമരത്തിലേക്ക്, പോരാട്ടത്തിലേക്ക് ജനത ഒന്നാകെ കടന്നു പോകും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു. വളരെ ഗൗരവത്തോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നു, ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല, ഇതിൽ വിഭാഗീയതയില്ല. ഒരുമിച്ച് ചേർന്ന് എല്ലാവരും, ഇവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാരുണ്ട്, ഞങ്ങളെല്ലാവരും ഈ കാര്യത്തിൽ ഒരേ അഭിപ്രായമാണ്. ഒരു ജനതയെ
മോചിപ്പിക്കാൻ, ഇന്നത്തെ തലമുറയെ മോചിപ്പിക്കാൻ, വരും തലമുറയെ മോചിപ്പിക്കാൻ ചുരം റോഡിലൂടെ കടന്നു പോകുന്നതായ ഹതഭാഗ്യരായ നിരവധി ആളുകൾ മരിച്ചു വീണതായ ആ ചുരത്തിൽ മരണപ്പെട്ട ആരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറയുന്നു, ഈ പോരാട്ടത്തെ ഇനിയും തൃണവൽക്കരിച്ചാൽ ഫോറസ്റ്റ് ഓഫീസിലടക്കം വന്ന് DFOയുടെ ഓഫീസിലടക്കം വന്ന് ഇതിന് പ്രതിക്രിയ ചെയ്ത് ഇത് നടപ്പാക്കിയെടുക്കാൻ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ഒരു ജനത തയ്യാറായി വരികയാണ്. ഇതൊരു ചെറിയ പോരാട്ടമല്ല, ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. ആ പോരാട്ടത്തിന് കടന്നു വന്ന ഞാനിപ്പോ വിവരങ്ങൾ ആരായാൻ കർമ്മസമിതിയുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ, പഞ്ചായത്ത് പ്രസിഡന്റിനെ എല്ലാവരെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ തിരക്കും. അറിയാത്ത കാര്യങ്ങൾ, അറിയുന്ന കാര്യങ്ങൾ അവരോട് പകർന്നു കൊടുക്കും, അതിനുവേണ്ടി നേതൃത്വം കൊടുക്കും. ഞാൻ അസംബ്ലിയിൽ ഏറ്റവും കൂടുതൽ തവണ ഉരുവിട്ടതായ ഒരു വാക്ക് പടിഞ്ഞാറത്ര പൂഴിത്തോട് റോഡെന്ന. ഈ നാടിന് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നു, ഞങ്ങളുടെ ഒന്ന് പൊതുപ്രവർത്തനത്തിന് അർത്ഥമുണ്ടാകണമെങ്കിൽ ഈ പോരാട്ടം വിജയിക്കാതെ ഞങ്ങളുടെയൊന്നും പൊതുപ്രവർത്തനത്തിന് അർത്ഥമുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞാനടക്കമുള്ള പൊതുപ്രവർത്തകർ. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇതിന് ഉത്തരമുണ്ടാകണം, ഇതിന് നടപടി ഉണ്ടാകണം. ഈ നടപടി ഇനിയും അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ കർമ്മസമിതി ഏറ്റെടുത്തിരിക്കുന്ന ഈ പോരാട്ടം, ഇതിന്റെ ആത്മവിശ്വാസം, ഇതിന്റെ പ്രസരിപ്പ്, ഇതിന്റെ ആത്മധൈര്യം അത് പൊതുസമൂഹത്തിലേക്ക് പകർന്ന് ഇന്നലകളിൽ എല്ലാ മേഖലകളിൽ നിന്നും മാളിക്കത്തിയ പ്രതിഷേധം, ആ പ്രതിഷേധത്തെ അതേ തലത്തിലേക്ക് എത്തിച്ച് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ വലിയ പോരാട്ടത്തിന്റെ ഇന്നിപ്പോ DDC മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാൻ ആ DDC മീറ്റിംഗിൽ പറഞ്ഞു, കോഴിക്കോട് ഭാഗത്ത് ഇതിന്റെ സർവേ നടന്നിട്ടില്ല, വയനാട് ഭാഗത്ത് നടന്നു. ഞാന് എന്റെ അടുത്ത് കർമ്മസമിതിയുടെ പ്രവർത്തകർ വന്നു, ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു. ഞാൻ നിരന്തരമായി ഇന്നും അവരെ വിളിച്ചു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ, അതുപോലെ ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരെയും വിളിച്ചു. UDFന്റെ പ്രതിനിധി സംഘം കഴിഞ്ഞ ദിവസം പോയി, അതും കണ്ടു. ഓരോ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുക, എല്ലാവരും ബന്ധപ്പെടുക. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, സെപ്റ്റംബർ 18 ആ റിപ്പോർട്ട് നിർബന്ധമായി കൊടുത്തിരിക്കണം. വയനാട് കലക്ടറോട് കോഴിക്കോട് ജില്ലാ കലക്ടറുമായി ഏകോപനം നടത്തി അത് സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്നാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അദ്ദേഹം അതിനുവേണ്ടി അവിടെ തന്നെ ആ നിർദ്ദേശം, ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശം അവിടെ വെച്ചുകൊണ്ട് കലക്ടർക്ക് കൈമാറി. കോഴിക്കോട് കലക്ടറോട് ഏകോപനം നടത്താൻ ആവശ്യപ്പെട്ടു. അത് നിർബന്ധമായും നടപ്പിലാക്കിയേ പറ്റൂ. അത് മാത്രമല്ല, നിങ്ങൾ പറയാണ് 1994 ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ ഭൂമി ഫോറസ്റ്റിന്റേതാണ്, കൊടുക്കാനൊന്നും പറ്റൂല. ഹൈക്കോടതി ഉത്തരവ് വന്നപ്പോൾ നിങ്ങൾ KSEBക്ക് കൊടുത്തല്ലോ, KSEBയുടെ റോഡ് വന്നല്ലോ, അവ കൊടുക്കാനുള്ള സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പോ ബാണാസുരയിലെ ഒരു പക്ഷി, അത്യപൂർവമായിട്ടുള്ള പക്ഷി, ആ പക്ഷി എവിടെയുണ്ട്? നമ്മുടെ ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയിൽക്കുന്ന സ്ഥലത്തുണ്ട്. ആ പക്ഷിക്കൊന്നും സംഭവിക്കരുത്, അതിന് പ്രത്യേകമായ മാർഗനിർദ്ദേശം. ഞങ്ങൾ ചോദിക്കുന്നു, അങ്ങനെയുള്ളതായിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ ആരെങ്കിലും തന്നാൽ ആ മാർഗനിർദ്ദേശങ്ങളൊക്കെ ഇവിടെയും പാലിക്കാൻ തയ്യാറാണ്. അവിടെ മാത്രമല്ല, വയനാട്ടിലേക്കുള്ളതായിരിക്കുന്ന ബദൽ പാത അത് കള്ളാടി ആനക്കാമ്പയിൽ മേപ്പാടി തുരങ്കപാത മാത്രമായി ചുരുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി സൂചിപ്പിക്കുന്നു. തുരങ്കം വേണം, ആ തുരങ്കപാത വന്നാൽ എല്ലാമായി എന്ന് ആരും കരുതണ്ട. അങ്ങനെയല്ല, ഇവിടെ റെയിൽവേ വേണം, ഇവിടെ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് ഉണ്ടാകണം, ഇവിടെ ചുരത്തിന് ബൈപ്പാസ് ഉണ്ടാകണം. അങ്ങനെ എല്ലാ തരത്തിലും പരിപൂർണമായി ഈ നാടിനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കണക്ടിവിറ്റി ബിൽഡിംഗ് ഈ നാടിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതിനുവേണ്ടിയുള്ള ഈ പോരാട്ടം, കർമ്മസമിതി നേതൃത്വം കൊടുക്കുന്ന ഈ പോരാട്ടം, അന്വർത്ഥമായ ഈ പോരാട്ടത്തിന് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. 15-ാം തീയതി അസംബ്ലി വീണ്ടും ആരംഭിക്കും എന്ന്
അതിന്റെ ഡിക്ലറേഷൻ വന്നിട്ടില്ല. 15-ാം തീയതി ആരംഭിച്ചാൽ അടിയന്തരമായി പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് വീണ്ടും അസംബ്ലിയിൽ ഉയർത്തും എന്ന് ഉത്തരവാദിത്തത്തോടുകൂടി ഉറപ്പ് നൽകിക്കൊണ്ട് ഇത് രൂപപ്പെടുന്നതുവരെ, ഇത് പൂർത്തിയാകുന്നതുവരെ ഒരു കാര്യത്തിലും വിട്ടുവീഴ്ചയില്ലാതെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോയി ഇത് പ്രാവർത്തികമാക്കാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോകാം എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന, ഇതിനുവേണ്ടി അത്യധ്വാനം ചെയ്യുന്ന എല്ലാ ആളുകളെയും കമൽ, എന്റെ പ്രിയ സ്നേഹിതൻ ശ്രീ കമൽ ഉൾപ്പെടെ, ടീച്ചർ ഉൾപ്പെടെ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ, പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവരെയും പ്രത്യേകമായി എടുത്തു പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ സമാപന പരിപാടി ഒരുപാട് ദൂരം ഇനി നടക്കാൻ വയ്യ, ഓടി തളർന്നവരാ.